പ്രമുഖ ഫുട്ബോൾ പരിശീലകനും കളിക്കാരനുമായ ടി കെ ചാത്തുണ്ണി ചാലക്കുടിയിൽ അന്തരിച്ചു. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിനായും ഗോവയ്ക്കായും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 80 വയസ്സ് പ്രായമുണ്ടായിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ പ്രശസ്ത ഫുട്ബോൾ കളിക്കാരനും ഫുട്ബോൾ രംഗത്തെ അധികായനുമായ IM വിജയൻ നമുക്കൊപ്പം തത്സമയം ടെലിഫോണിൽ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ IM വിജയൻ. യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ഒന്നിച്ച് കളിച്ചിട്ടുള്ളവരാണ്, ഒരുപാട് ബന്ധമുള്ളവരാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കുന്നത്? ചേട്ടാ, എന്റെ കോച്ചായിരുന്നു, ഫസ്റ്റിലത്തെ കോച്ചായിരുന്നു. ഞാനൊക്കെ ചെറുപ്പത്തില് 3 ഇയറിന്റെ ക്യാമ്പ് സ്പോർട്സ് സയൻസിന്റെ ക്യാമ്പിൽ ചെല്ലുമ്പോ സാറായിരുന്നു കോച്ച്. IM വിജയൻ ആക്കിയത് തന്നെ കോച്ചാണ്. കാരണം ഞാന് എന്റെ ക്യാമ്പിൽ അവിടെ 3 കൊല്ലത്തെ ക്യാമ്പില് സാറായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കേരള പോലീസിലേക്ക് വിടുന്നതും സാറ് തന്നെയാണ്. അവിടുന്ന് രാഷ്ട്ര സാറും പിന്നെ അവിടെ കോച്ചായിരുന്ന ശ്രീധരൻ സാറിന്റെ അടുത്ത് പറഞ്ഞ് അവർ രണ്ടുപേരും ഫ്രണ്ട്സാണ്. പോയിട്ട് ഞാൻ കേരള പോലീസിൽ ജോയിൻ ചെയ്ത് ഒരു 87 ജോയിൻ ചെയ്ത് 88 89 ആകുമ്പോൾ ചാത്തുൽ സാറ് കോച്ചായിട്ട് അവിടെ വന്നു. ആ കൊല്ലാണ് നമ്മൾ കേരള പോലീസ് ഫെഡറേഷൻ കപ്പ് എടുക്കുന്നത്. മുരളി എടുത്തിട്ട് പിന്നെ നമ്മൾ ആ കൊല്ലം തന്നെ ഡൂറൻ കപ്പും ഒക്കെ ഫൈനൽ കളിച്ച്. പിന്നെ ചാത്തുൽ സാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നതാണ്. IM വിജയൻ ആക്കിയത് സാറാണ്. ബാക്ക് സിക്സറൊക്കെ അടിക്കാൻ പഠിപ്പിച്ചതെന്ന് ചാത്തുൽ സാറാണ്. അവിടെ മണലിലേക്ക് ഇട്ട് മഴ സമയത്ത്. അത് കഴിഞ്ഞ് ചാത്തുൽ സാറ് മോഹൻ ബാലിൽ പോയി. ബാലില് കുറെ ട്രോഫി എടുത്തു കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ സൽബോക്കറിന്റെ കോച്ചായിരുന്നു. CB പാപ്പച്ചനും ജോപ്പളഞ്ചേരി ഇവരൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ പരിശീലനത്തിന്റെ കീഴിൽ വളർന്ന ഫുട്ബോൾ പ്രതിഭകളാണല്ലോ. അതിനെക്കുറിച്ച് കൂടി ശ്രീ വിജയന്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും നമുക്കൊക്കെ അറിയാം. ഷഫ് സാറായാലും കുര്യേഷ് മാത്യു സാറായാലും ചാക്കോ, അതേപോലെ തന്നെ കേരള പോലീസിന്റെ ഒരു ഒട്ടു, പിന്നെ അതുപോലെ പാപ്പച്ചൻ സാറ്, ജോപ്പളഞ്ചേരി സാർ അണ്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒക്കെ കുറെ പ്ലേയേഴ്സിനെ വാർത്തെടുത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു കോച്ചാണ്. ഓക്കെ, എന്തായാലും വലിയ സങ്കടകരമായ കാര്യമായി പോയി. താങ്ക് യു ശ്രീ IM വിജയൻ. ടി കെ ചാത്തുണ്ണി അന്തരിച്ചു. നമുക്ക് അനിൽ വാസുദേവനിലേക്ക് പോകാം. അനിൽ, യഥാർത്ഥത്തിൽ ഇന്ന് എപ്പോഴായിരുന്നു അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്? അദ്ദേഹം രോഗബാധിതനായിരുന്നു. നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ നിര്യാണ വാർത്തയ്ക്ക് ശേഷം? SKN ഇന്ന് 7:45 എറണാകുളത്തെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം. ക്യാൻസർ ബാധിതനായി അദ്ദേഹം ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ഇന്നലെ രാവിലെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം ICUവിലായിരുന്നു. അതിനെ തുടർന്ന് ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിക്കുന്നത്. 7:45 എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നടക്കം കിട്ടുന്ന വിവരം. എന്തായാലും വലിയ സന്തോഷ് ട്രോഫി കേരളത്തിന് വേണ്ടി കളിച്ച CC ജേക്കബ് നമുക്കൊപ്പം ചേരുകയാണ്. ജേക്കബ് സാർ, നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ടി കെ ചാത്തുണ്ണിയെ അങ്ങ് ഓർമ്മിച്ചെടുക്കുന്നത്? ചാത്തുണ്ണി, ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഓർമ്മ വരുന്നത് EMI സെന്റർ സെക്കൻഡറാബാദിന് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ ടൂർണമെന്റ് കളിക്കുന്ന ചാത്തുണ്ണിയാണ് എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത്. അദ്ദേഹം ഒരു നല്ലൊരു കളിക്കാരനും നല്ലൊരു കോച്ചുമായിരുന്നു. അതിലുപരി നല്ലൊരു നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാനും മിസ്റ്റർ ബ്ലാസി ജോർജും പിന്നെ ഒരു ഫിലിപ്പും കൂടി പോയി കണ്ടതാണ്. ഒരുമിച്ച് ഫിലിപ്പിനെ ജോസഫിന്റെ പഴയ പിള്ളേരായിരുന്നു ഫിലിപ്പ്. ഞങ്ങൾ കഴിഞ്ഞ 2 മാസം മുമ്പ് അവിടെ ഒരു ആൻഡോവറീസ് മരിച്ചപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോയി ഒത്തിരി നേരം സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു, ഇന്നിപ്പോൾ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുകയും ചെയ്തു. അന്നാണ് ഒടുവിൽ ഏറ്റവും അവസാനമായിട്ട് 2 മാസം മുമ്പാണ് സംസാരിച്ചത്. അദ്ദേഹം കളിക്കാരൻ ആയിരുന്നു. ഇന്ത്യൻ ടീമിലെ മെർദേക്ക ടീമിൽ മെർദേക്ക ടൂർണമെന്റ് കളിച്ചിട്ടുണ്ട്. അതിനുശേഷം ബംഗാൾ ടീമിലും വാസ്കോ സ്പോർട്സ് ക്ലബ്ബ് ഗോവയ്ക്കും വേറെ ഒത്തിരി ടൂർണമെന്റിൽ മറ്റുള്ള ഇതിന് ശേഷം ഒരു കോച്ചായിട്ട് മാറിയതാണ്. അതിൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും ഇതായിട്ട് വരുന്നത് കേരള പോലീസിന് ഫെഡറേഷൻ കപ്പ് ആദ്യമായിട്ട് നേടിക്കൊടുത്ത കോച്ചാണ്. അതിനുശേഷമാണ് ചാത്തുണ്ണി ഒരു കോച്ച് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടാനും പിന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക എനിക്ക് തോന്നുന്ന പ്രശസ്തമായ എല്ലാ ക്ലബിനെയും കോച്ച് ചെയ്തിട്ടുണ്ട്, നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അദ്ദേഹം വീട്ടിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ടൂർണമെന്റ് കളിച്ചതിൻ്റെയും കളിക്കാരനായിട്ട് കോച്ചായിട്ട് നേടിയ വിജയങ്ങളുടെ എല്ലാം ഒരു വലിയൊരു എന്താ പറയണത്, നല്ല വളരെ വളരെ നന്ദി ജേക്കബ് സാർ ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന്. വീണ്ടും അനിൽ വാസ്തു ചേരുന്നു. അനിൽ, പറയൂ. SKN ഇന്ത്യൻ ഫുട്ബോളിലെ ഒരു ചരിത്രപരമായ ഒരു അധ്യായത്തിനാണ് അല്ലെങ്കിൽ ഒരു യുഗത്തിന് തന്നെയാണ് അന്ത്യമാകുന്നത്. 5 പതിറ്റാണ്ടോളം
കളിക്കാരനായും പരിശീലകനായും ഇന്ത്യൻ ഫുട്ബോളിൽ നിറഞ്ഞു നിന്ന ഒരാളാണ് TK ചാത്തുണ്ണി. ആദ്യം കളിക്കാരനായി കേരളത്തിനായും സർവീസസിനായും ഗോവയ്ക്കുമായൊക്കെ തന്നെ സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ അദ്ദേഹം പന്ത് തട്ടി. പിന്നീട് അദ്ദേഹം പരിശീലകനായി വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ ഗ്രേറ്റ്നസ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ കളിക്കാരൻ എന്നതിനപ്പുറത്തേക്ക് പരിശീലകൻ എന്ന തരത്തിലാണ് അദ്ദേഹം കൂടുതൽ തിളങ്ങിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിലെ പ്രമുഖ ക്ലബ്ബുകളെയൊക്കെ തന്നെ പരിശീലിപ്പിക്കാൻ അദ്ദേഹത്തിനായിട്ടുണ്ട്. മോഹൻ ബഗാൻ, ചർച്ചിൽ ഗോവ, അതുപോലെ തന്നെ ഡെംബോ ഗോവ, കേരള പോലീസ് തുടങ്ങിയ വലിയ ടീമുകളെ അദ്ദേഹത്തിന് പരിശീലിപ്പിക്കാനായി. അവസാന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ സേവനം ഗോകുലം കേരള അടക്കമുള്ള ടീമുകൾ തേടിയിട്ടുണ്ട്. കേരള പോലീസ് ആദ്യമായി ഫെഡറേഷൻ കപ്പ് നേടിയത് TK ചാത്തുണ്ണിയുടെ പരിശീലക മികവിന് കീഴിലായിരുന്നു. എന്തായാലും ഇന്ത്യൻ ഫുട്ബോളിലെ ഒരു വലിയ അധ്യായമാണ്, ഇല്ലെങ്കിൽ ചരിത്രമാണ് ഇപ്പോൾ അവസാനിക്കുന്നത്. താങ്ക് യു അനൂപ് വാസുദേവ്. TK ചാത്തുണ്ണി പരിശീലകനും ഫുട്ബോൾ താരവുമായിരുന്ന അദ്ദേഹം അന്തരിച്ചു എന്നുള്ള വാർത്ത. 80 വയസ്സ് പ്രായമായിരുന്നു.